തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനും ഇതിനു വേണ്ടി അവർ ഉത്തരവാദിത്വമുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ തിയേറ്ററിലെ ഉടമസ്ഥന്റെ അടുത്ത് പോയി പറയാം. തിയേറ്റർ ഉടമയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ആരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ. പേരീസ് പ്ലസിൽ പോലീസിന്റെ സൈബർ സെക്യൂരിറ്റി വന്നിട്ട് അവർ ബുക്ക് ചെയ്തത് ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അല്ലാതെ ആ തിയേറ്റർ ഉടമ പോയി പറഞ്ഞിട്ടല്ല, ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ഈ തിയേറ്ററിൽ ഇത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എത്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ടെലഗ്രാം പോലെ ഒരു ആപ്പ്, അതിൻ്റെ അകത്ത് ഇത് മുഴുവൻ ഞങ്ങളിപ്പം ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിന്റെയും കൂടെ വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ച്. ഞങ്ങൾ ഈ ആപ്പ് നിരോധിക്കണം എന്നും പറഞ്ഞൊരു ക്യാമ്പയിനിങ് തുടങ്ങാൻ പോവുകയാണ്. ടെലഗ്രാം ആപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന അതിൻ്റെ അകത്തുനിന്നുള്ള അവരാണ് ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഇവരുമായിട്ട് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ പോവുക. അത് നടക്കുമോ നടക്കാതിരിക്കും, എന്തായാലും നമ്മൾ ചെയ്യാൻ പോകും. പടം റിലീസ് ഒരു മണിക്കൂറിനകത്ത് വരും. ആ എല്ലാ പടങ്ങളും വരെയല്ലേ ഇത് പോയിരുന്നു. ഇപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും റിലീസ് ചെയ്യും. എവിടെ പോയിരുന്നു ഏതോ ഒരുത്തന്നെ എടുത്തിട്ട് അത് ലോഡ് ചെയ്യാണിത്. ഇപ്പൊ റോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. റോക്കേഴ്സിനെ ഞങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഞങ്ങൾ പോയി ആ ഒരു പറ്റം പോലീസ് സഹായത്തോടു കൂടി ഞങ്ങൾ പോയി കോയമ്പത്തൂരിൽ നിന്ന് അവരെ പൊക്കിക്കൊണ്ട് വന്നതാണ്. ഇവിടെ കൊണ്ടിട്ടിരുന്നു, ഇവിടെ സെൻട്രൽ ജയിലിൽ. ഒരു 4-5 മാസം ഇവിടെ കടന്നിട്ടാണ് പിന്നെ അവർക്ക് ജാമ്യം കിട്ടിപ്പോയത്. അവർ വീണ്ടും ഇറങ്ങിയിരിക്കുക. തീർച്ചയായിട്ടും പറയും. ഇപ്പൊ നാളെ മറ്റന്നാൾ ഞങ്ങളുടെ ജനറൽ ബോഡി യോഗം ഉണ്ട്. അതിൽ ഞങ്ങൾ സംസാരിക്കാൻ കാര്യങ്ങളും സംസാരിക്കും. തിയേറ്ററിന് കുറച്ചും കൂടി ജാഗ്രത പുറത്ത്